ഇൻഷാല്ലാഹ് ഞാൻ ആമുഖമായി ഒന്നും നീട്ടിപ്പരത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്നെൻ്റെ വിഷയം ജീവിതവും മരണവും എന്നൊരു വിഷയത്തെക്കുറിച്ചാണ്. അഥവാ ഒരു മനുഷ്യന്റെ ലൈഫ് എന്നത് അവനെ സംബന്ധിച്ചിടത്തോളം, ഇന്നത്തെ കാലഘട്ടത്തെ സംബന്ധിച്ചിടത്തോളം ഒരു 16 ഏജ് വരെയാണ് ഒരു മനുഷ്യന്റെ ലൈഫിന്റെ ഫൈനൽ വേർഡിലേക്ക് കടക്കുന്നത്. ഒരു ഫൈനൽ ലെവൽ ഏകദേശം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ 60 വയസ്സാണ്. ഇന്ന് അതിൽ നിന്നും കുറഞ്ഞു വരികയാണ്. കാരണം മാരകമായ രോഗങ്ങളിൽ നിന്ന് പിടിപെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതം അവനക്ക് തുച്ഛമായ നാളുകൾ കൊണ്ട് അവനക്ക് സൂര്യചക്രകാലങ്ങൾ കറങ്ങുന്നതോടൊപ്പം തന്നെ അവന്റെ ജീവിതത്തിന്റെ മാറ്റങ്ങൾ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുമ്പോൾ, എന്തു ഞാൻ ചെയ്തു, എന്റെ ജീവിതത്തിൽ ഇത്ര നാൾ കടന്നുപോയി, ഞാൻ എന്റെ പടച്ചതമ്പുരാന് വേണ്ടി ഞാൻ എന്ത് ചെയ്തു എന്നുള്ളൊരു ചിന്ത നമുക്ക് ഏവർക്കും ഉണ്ടായിട്ടുണ്ടോ? ഇനി നമുക്കുണ്ടാകേണ്ടതുണ്ട്. ഈ കാണുന്ന പ്രപഞ്ചം മുഴുവനും പരിപാലിക്കുന്ന റബ്ബ് നമ്മെ സൃഷ്ടിച്ചു. പടച്ചവൻ നമ്മെ പരിപാലിപ്പിക്കുന്നു. എല്ലാവിധ സജീവ സൗകര്യങ്ങളും ഒരുക്കി പടച്ചതമ്പുരാൻ നമുക്ക് ഈ ഭൂമിയെ നമുക്ക് വിശാലമാക്കി തന്നു. എല്ലാം തന്ന പടച്ചതമ്പുരാന് നമ്മൾ എന്തു ചെയ്തു എന്നതിനെ കുറിച്ച് നാം തന്നെയായിക്കൊണ്ട് നമ്മൾ തന്നെയായിട്ടൊന്നൊരു അഭിമുഖം നാം നടത്തുക. നമ്മുടെ മനസ്സുമായിട്ട് നമ്മളൊന്ന് അഭിമുഖീകരിക്കുക. എന്താണ് ഞാൻ എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തത്? എന്താണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് കുറച്ചുനാളെ അവന്റെ ജീവിതം ഉണ്ടാവുകയുള്ളൂ. കുറച്ചുനാളെ അവനക്ക് ജീവിതം ഉണ്ടാവുകയുള്ളൂ. എന്റെ അള്ളാന്റെ പരിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കുല്ലു നഫ്സിൻ സായിഖത്തുൽ മൗത്ത്. പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ഏതൊരു ശരീരമായാലും മരണത്തിന്റെ രുചി അറിയുക തന്നെ ചെയ്യുമെന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഈ ലോകത്തോട് പഠിപ്പിച്ചു തരുമ്പോ പരിശുദ്ധമായ ഖുർആനാണ് പറയുന്നത്, കുല്ലു നഫ്സിൻ സായിഖത്തുൽ മൗത്ത്. ഏതൊരു ശരീരമായാലും അത് മരണത്തിന്റെ രുചി അറിയുക തന്നെ ചെയ്യുമെന്ന് 1400 വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലൂടെ ഓർമ്മപ്പെടുത്തി തരുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കാത്തത് എന്തുകൊണ്ടാണ്? പരിശുദ്ധമായ ഖുർആനിന്റെ വാക്കുകളെ നമ്മൾ എന്താ സ്മരിക്കാത്തത്? ലോകത്ത് നിന്ന് കടന്നു പോകുന്ന എത്രയോ കാലചക്രത്തിന്റെ കറക്കങ്ങൾ കറങ്ങുമ്പോ മനുഷ്യൻ എന്ന ഭൂമിയുടെ മണ്ണിന്റെ രുചി അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവന്റെ മജ്ജ മുഴുവനും മണ്ണിലേക്ക് ലയിച്ചു പോവുകയാണ്. എന്തെന്നറിയണോ? ഖുർആനിന്റെ വാക്കുകളാണ് അത് ഓർമ്മപ്പെടുത്തുന്നത്. മനുഷ്യ, ഓർക്കണേ, നിനക്ക് മരണമുണ്ട്. നീ ഈ ജീവിത കാലഘട്ടത്തിൽ നിനക്ക് ഒരു ശാശ്വതമായ, ഇത് നമുക്ക് വെറും ഒരു തുച്ഛമായ ദിവസങ്ങൾ മാത്രമാണ്. അത് മാത്രമാണ് ഈ ദുനിയാവിനെ നീ അവശേഷിക്കുകയുള്ളൂ. നിന്റെ ചേരായ നിന്റെ റിയൽ ലൈഫായി കൊണ്ടിരിക്കുന്നത് അതേതെന്നറിയണോ? പരലോകമാണ്. അതാണ് നിന്റെ ശരിക്കുമായി നീ ജീവിക്കേണ്ട. നിന്റെ ജീവിതത്തിൽ നീ ശരിക്കും ജീവിതം തുടങ്ങുന്നത് അവിടെ നിന്നാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ തന്നെ പറയുന്നതാണ്. നമുക്കൊക്കെ സംശയമുണ്ടാകും, എന്ത് കാരണത്തിനാണ് പടച്ചതമ്പുരാൻ ജീവിതത്തെയും മരണത്തെയും അല്ലാഹു സൃഷ്ടിച്ചതെന്ന്. നമുക്ക് സംശയമുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ ഖുർആൻ അത് തിരുത്തി തരികയാണ്. എന്തെന്നറിയണോ? അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യക്കും അഹ്സനു അമലാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. എന്തെന്നറിയണോ? നിങ്ങളെല്ലാരാണ് ഏറ്റവും നന്നായി സൽക്കർമ്മം ചെയ്യുന്നത് എന്ന് അറിയാൻ വേണ്ടിയാണ് പടച്ചതമ്പുരാൻ ഈ ഭൂമി ലോകത്ത് ജനനത്തെയും മരണത്തെയും അല്ലാഹു സൃഷ്ടിച്ചതാ.
ജനനത്തെയും മരണത്തെയും അല്ലാഹു സൃഷ്ടിച്ചത് അതുകൊണ്ടാണ്. പടച്ച തമ്പുരാൻ നോക്കുകയാണ്, മിസ്അബ് എന്ന ഒരാൾക്ക് വലിയ സമ്പാദ്യം കൊടുത്തോ അല്ലെങ്കിൽ സമ്പാദ്യം കൊടുക്കാതെ പടച്ച തമ്പുരാൻ പരീക്ഷിച്ചോ, അവനക്കൊന്നുമില്ലാതെ ഒരു പാവപ്പെട്ടവനായി കൊണ്ട് ജീവിക്കുന്ന ഒരവസ്ഥ അല്ലാഹു കൊടുത്തപ്പോ എന്താണ് മിസ്അബ് എന്താണ് ചെയ്യുന്നത്? അതുകൊണ്ട് അവൻ അല്ലാഹുമായിട്ട് തൃപ്തിപ്പെടുന്നുണ്ടോ? പടച്ച തമ്പുരാന്റെ വിധിവിലക്കുകളാണെന്ന് ആ ചിന്ത അവനക്കുണ്ടോ എന്നുള്ള ഒരു ബോധം അവനക്കുണ്ടോ എന്ന് അല്ലാഹു നോക്കുന്നതാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളമോ പൈസ കൊടുത്ത് നോക്കുകയാണ്, എന്താണ് അവൻ ചെയ്യുന്നത്? ഞാൻ കൊടുത്ത സമ്പാദ്യം കൊണ്ട്, ഞാൻ കൊടുക്കുന്ന ബർക്കത്ത് കൊണ്ട് അവനെ എന്ത് ചെയ്യുന്നു എന്ന് പടച്ച തമ്പുരാൻ അവനെ വാച്ച് ചെയ്യുകയാണ്. നമ്മളറിയുന്നുണ്ടോ പടച്ച തമ്പുരാനെ ഈ കാണുന്ന പ്രപഞ്ചം മുഴുവനും എല്ലാം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു ഈ കാണുന്ന പ്രപഞ്ചം മുഴുവനും പടച്ചവന്റെ കൺട്രോളിലാണ്, ശാസ്ത്രജ്ഞന്മാരെ കൺട്രോളിലല്ല. ലോകത്തെ എത്രയോ ശാസ്ത്രജ്ഞന്മാർ ലോകത്തോട് വിളിച്ചു പറഞ്ഞില്ലേ, 2005 ലോകാവസാനം എന്ന് പറഞ്ഞു. അങ്ങനെ പല പ്രഖ്യാപനങ്ങളും നടത്തിയപ്പോ ഒരൊറ്റ വിധിവിലക്കാണ്. അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പോലും അതറിയില്ല. അത്രയും അധികം അല്ലാഹു മാത്രം അറിയുന്ന പടച്ച തമ്പുരാൻ ഈ ഭൂമിലോകം മുഴുവനും അല്ലാഹുവിന്റെ കൈപ്പിടിയിലാണ്. അതുകൊണ്ട് ഓർക്കണേ, പടച്ച തമ്പുരാനിലേക്ക് നാം മടങ്ങാൻ ശ്രമിക്കണം. അല്ലാഹുവിലേക്ക് നമ്മുടെ ജീവിതത്തെ അല്ലാഹുവിലേക്ക് നമ്മൾ ജമിക്കണം. അതുകൊണ്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? പരിശുദ്ധമായ ഖുർആൻ എടുത്ത് പാരായണം ചെയ്യലാം. പരിശുദ്ധമായ ഖുർആൻ എടുത്ത് പാരായണം ചെയ്യലാം. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഉണ്ടല്ലോ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ متصدعا من خشية الله وتلك الأمثال نضربها للناس لعلهم يتفكرون. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, അല്ലാഹു തന്നെ ഖുർആനിലൂടെ ഖുർആനെ പരിചയപ്പെടുത്തുകയാണ്. ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു. പരിശുദ്ധമായ ഖുർആനിനെ കുറിച്ച് അല്ലാഹു പറഞ്ഞതെന്താ? ഈ പരിശുദ്ധമായ ഖുർആനെ നാം ഒരു മലയുടെ മുകളിലാണ് ഇറക്കിയെങ്കിൽ ആ മല പോലും പ്രഗൽഭമായി പോകുമായിരുന്നു, ആ മല പോലും നിഷ്ഫലമായി പോകുമായിരുന്നു എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു തആല ഓർമ്മപ്പെടുത്തുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു മാസം തൊപ്പിയും 11 മാസം കുപ്പിയുമായി നടക്കുന്ന ഇന്നത്തെ യുവ പ്രതീകങ്ങൾക്ക് മനസ്സിലാക്കണേ, നമ്മൾ പറയുന്നുണ്ടാവും നമ്മളെ ഖുർആൻ പാരായണം ചെയ്യുന്നവരാ, നമ്മളെ ഖുർആൻ ഓതുന്നവരാ എന്ന് നമ്മുടെ ഓരോ വാക്കുകളും നമ്മൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ ഓർക്കണേ എന്റെ മനുഷ്യ, എന്തെന്നറിയണോ? അല്ലാഹുവിന്റെ ഹബീബ് തന്നെ നമുക്ക് മറുപടി നൽകുകയാണ്. ലോകത്തിന്റെ പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഈ ലോകത്തോടെ പഠിപ്പിച്ചു തരികയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ദുനിയാവിലെ പടച്ച തമ്പുരാനെ മറന്നുകൊണ്ട് അല്ലാഹുവിനെ മറന്നുകൊണ്ട് നമ്മൾ നടക്കുമ്പോ നമ്മൾ ആ ഖുർആനിൽ ഓതുന്നവരാണെന്നുള്ള വാക്കുകൾ നമ്മൾ പറയുന്നുണ്ട്. പക്ഷേ അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു തരികയാണ്, നമുക്ക് നഷ്ടപ്പെട്ടു പോയത് എന്തെന്നറിയണോ? കാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സയഅതി സമാനി അലാ ഉമ്മതി യുഹിബ്ബൂന സയഅതി സമാനി അലാ ഉമ്മതി യഖറഊനൽ ഖുർആൻ വയസല്ലൂന ഫിൽ മസ്ജിദി വലൈസ ഫീഹിമാ ഈമാൻ. എന്താണ് അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചത്? സയഅതി സമാനി അലാ ഉമ്മതി, എന്റെ ഉമ്മത്തിനൊരു കാലം വരാനുണ്ട്. എന്തെന്നറിയണോ ആ കാലം? എന്നറിയണോ? എന്താണ്? വയഖറഊനൽ ഖുർആന, അവരെ ഖുർആൻ പാരായണം ചെയ്യുന്നവരാണ്, അവരെ ഖുർആൻ ഓതുന്നവരാണ്. വയസല്ലൂന ഫിൽ മസ്ജിദി, അവരെ പള്ളിയിൽ പോയി നമസ്കരിക്കുന്നവരാണ്. വലൈസ ഫീഹിമാ, അവരിലില്ല എന്തെന്നറിയണോ? ഈമാൻ അവരിലില്ല. എന്തേ നമ്മൾ പറയുന്നില്ലേ? നമ്മളൊക്കെ ദുആ ചെയ്യുന്നതാണ്, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ വശഅബാൻ വബല്ലിഗ്നാ ശഹ്റ റമളാൻ
അല്ലാഹുവേ വബല്ലിനാ ശഹ്റ റമദാൻ, അല്ലാഹുവേ ഞങ്ങളെ നീ റമദാനിലേക്ക് നീ എത്തിക്കണേ റബ്ബേ. എത്രയാള് പള്ളിയിൽ നിന്ന് ദുആ ചെയ്തിട്ടുണ്ട്. ഉസ്താദ് ഇതാ ദുആ എല്ലാത്തിന്റെ നിസ്കാരത്തിന് ശേഷം ഈ റജബിലും ശഅബാനിലും ഉസ്താദ് ദുആ ചെയ്തിട്ടുണ്ട്. നമ്മളൊക്കെ റമദാനിനെ കാത്തിരിക്കുകയാണ്. റമദാൻ നമ്മളിലേക്ക് അടുത്തു വരുമ്പോ നമുക്കൊക്കെ കഴിഞ്ഞ റമദാനിൽ നമ്മൾ കാണണ്ടായി. പള്ളി മുഴുവനും ആളാണ്, ഫുള്ള് സഫാണ്, എല്ലാവരും ഖുർആൻ ഓതുന്നുണ്ട്, എല്ലാവരും പള്ളിയിൽ വരുന്നുണ്ട്. പക്ഷേ എന്തേ റമദാനങ്ങ് കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല, പിന്നെ എല്ലാം നിഷ്ഫലമായി, പള്ളി അനാഥയായി പോയ പോലെയായില്ലേ. ആരും പള്ളിയിൽ വരാനുള്ള കാരണം എന്തെന്നറിയണോ? റമദാൻ മാസം ഖുർആൻ ഓതിയതും നോമ്പ് നോറ്റതും എല്ലാം ഒരൊറ്റ ദിവസം കൊണ്ട് കളഞ്ഞു കുളിക്കുന്ന ഒരു സ്വഭാവമുണ്ടല്ലോ, ഇല്ലേ? നമുക്ക് എന്റെ പ്രിയപ്പെട്ട ഉമ്മ നമുക്ക് കാണാമല്ലോ. നമ്മുടെ നാട്ടിൽ തന്നെയുള്ള പാർക്കിലേക്കും ടാക്കീസിലേക്കും പോകുന്നൊരവസ്ഥ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ നമ്മൾ കാണുന്നില്ലേ? ഇന്നത്തെ കാലഘട്ടത്തിന്റെ അവസ്ഥയെ കുറിച്ചിട്ട് എന്തെന്നറിയണോ? കല്യാണ സിൽക്സിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടിക്കൊണ്ട് പൃഥ്വിരാജ് വന്നപ്പോ എന്റെ പ്രിയപ്പെട്ട ഉമ്മ മനസ്സിലാക്കണേ, എന്തേ ഇന്ന് ഉമ്മത്തിന്റെ അവസ്ഥ എന്തേ? മുസ്ലിം സ്ത്രീകൾ ഇന്ന് അധംപതിച്ചു പോയില്ലേ? കൂപ്പുകുത്തിയ സമുദായമായി കൊണ്ട് ഇന്ന് മുസ്ലിം സമുദായത്തിലെ ഉമ്മമാര് മാറുമ്പോ എന്തെന്നറിയണോ എന്റെ പ്രിയപ്പെട്ട ഉമ്മ? നമുക്ക് കല്യാണ സിൽക്സിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടിക്കൊണ്ട് പൃഥ്വിരാജ് കടന്നു വന്നപ്പോ പൃഥ്വിരാജിന്റെ മാറത്ത് നിന്ന് സെൽഫി എടുത്ത പെണ്ണെ ഓർക്കണേ, അല്ലാഹുവിനെ നിനക്ക് ഒരുക്കി വെച്ച നരകം ഓർക്കണേ. പടച്ച തമ്പുരാനെ നിനക്ക് വേണ്ടി ഒരുക്കി വെച്ച ആ ഖബർ നീ ഒന്ന് ഓർത്തു നോക്കണേ എന്റെ പ്രിയപ്പെട്ടവരെ. ഖബറെന്ന് കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാവിട്ടു നീ കരേണ്ടതാ. നടയ്ക്കു പകരം മാളമാ സുബ്ഹാനാ, റബ്ബേ അതിൽ കിടക്കേണ്ടതാ സമാന. പെൺവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ സമരത്തിലാണ് പരസ്പര തിന്നുന്നതിൽ. കാടില്ല റേഷൻ വേണ്ട പോലതിലുണ്ട്, ക്യൂസീറ്റുമില്ല തള്ളണ നദി കൊണ്ട്. മഹാനായ തഅവാ ഉസ്താദ് പാടിയതാണ്. എന്തെന്നറിയണോ? ഖബറെന്ന് കേട്ടാൽ തലക്ഷണം നെട്ടേണ്ടതാ, കണ്ടാൽ നീ എന്ത് ചെയ്യണേ? നീ വാവിട്ട് കരയേണ്ടതാ. ഖബറ് കണ്ടാ കരഞ്ഞിരുന്ന ആരെന്നറിയണോ? ഖബറ് കണ്ടാൽ കരഞ്ഞിരുന്നത് ആരെന്നറിയണോ? സ്വർഗം കൊണ്ട് വാർത്ത അറിയിക്കപ്പെട്ട ഇസ്ലാമിന്റെ ഖലീഫയിൽപ്പെട്ട അല്ലാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട സഹാബികളിൽപ്പെട്ട ഒരാളായിരുന്നു. ആരെന്നറിയണോ? മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. എന്തേ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം ലോകം പഠിക്കണേ. സ്വർഗം കൊണ്ട് വാർത്ത അറിയിക്കപ്പെട്ട മഹാനാ, ഇസ്ലാമിന്റെ മൂന്നാമത്തെ ഖലീഫയാ. എന്നിട്ട് പോലും മഹാനുഭാവനുണ്ടല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ. ഖബറ് കാണുമ്പോ ഇതാ ഖബറ് കണ്ട പൊട്ടിക്കറിയുന്നതാണ്, തന്റെ താടി രോമങ്ങളിൽ നിന്ന് കണ്ണുനീര് വാർന്നുറ്റുന്നതാ. ഇത് കണ്ടിട്ട് തന്റെ അനുയായികള് മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ച്, യാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, എന്തിനാ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവേ അങ്ങെന്തിനാണ് ഖബറ് കണ്ട പൊട്ടിക്കരയുന്നതെന്ന് ചോദിച്ചപ്പോ മഹാനുഭാവം പറഞ്ഞതെന്തെന്നറിയണോ? ഞാൻ നാളെ ഈ ഖബറിലേക്ക് വെക്കപ്പെടേണ്ടവനല്ലേ, എന്റെ ശരീരം നാളെ ഈ ഖബർ ചുംബിക്കുന്നതല്ലേ. ഓർക്കണേ എന്റെ മനുഷ്യ, ഖബറെന്ന ഭയാനകരമായ ലോകമുണ്ടല്ലോ, ബർസയായ ലോകത്തിന്റെ ആദ്യ ചുവടുവെപ്പ ഓർത്തുകൊള്ളണേ. ലോകത്ത് എത്രയോ മനുഷ്യർ കരഞ്ഞുപോയി, ഇനി നാം വെറും ചണ്ടികളാണ്. ഇല്ലേ? ലോകത്ത് എത്രയോ മനുഷ്യന്മാര് പോയി, എത്രയോ ആൾക്കാര് ലോകത്ത് നിന്ന് പോയി. എത്രയോ സമർത്ഥന്മാരായ, എത്രയോ ലോകം അടക്കി ഭരിച്ചിരുന്നവർ പോലും ഇന്ന് മണ്ണിന്റെ അടിയിലാണ്.
ലോകം അടക്കി ഭരിച്ചിരുന്നവര് പോലും ഇന്ന് മണ്ണിന്റെ അടിയിലല്ലേ. ഒരു കവി പാടിയതാണ്, സമർത്ഥനായ സീസറും പ്രസിദ്ധനായ ഹോമറും സമർത്ഥമറ്റ സോളമൻ തുടങ്ങിയുള്ള വിഘ്നരും അമർന്നു പോയി കാലചക്ര വിഭ്രമത്തിലെങ്കിൽ നമുക്കു പിന്നെ എന്തു ശങ്ക, മാറ്റമൊന്നുമില്ലതിൽ. ഒരു കവി പാടാണ്, സമർത്ഥനായ സീസറും പ്രസിദ്ധനായ ഹോമറും മൂപ്പരൊക്കെ പോയി. എല്ലാവരും എത്രയോ വിഘ്നന്മാര്, സമർത്ഥനായ സോളമൻ തുടങ്ങിയുള്ള വിഘ്നരും അമർന്നുപോയി കാലചക്ര വിഭ്രമത്തിലെങ്കിൽ നമുക്ക് പിന്നെ എന്ത് ശങ്ക, മാറ്റമൊന്നുമില്ലതിൽ. നമുക്ക് പിന്നെ എന്നാലും നമുക്കൊരു സംശയല്ലേ, നമുക്ക് പേടി ഉണ്ടാവും. പള്ളിയിലേക്ക് ഒരു മയ്യത്ത് കൊണ്ടുവരുമ്പോ നമുക്കൊരു പേടി ഉണ്ടാവും. പിന്നെ ആരാ, അസ്രായിൽ പോകുമ്പോ ഒരു പേടി ഉണ്ടാവും. ആരാ അസ്രായില്? അസ്രായില് പോവുമല്ലോ ഇല്ലേ, പെരിയാരം മെഡിക്കൽ കോളേജിലേക്കും മംഗലാപുരം മെഡിക്കൽ കോളേജിലേക്കും നമുക്ക് കാണാലോ അല്ലേ. മൂപ്പര് ശബ്ദം ഉണ്ടാക്കി പോണ കാണാമല്ലോ. കൂടെ അസ്രായിലും ഉണ്ടാവും, മൂപ്പര് തൊട്ടടുത്തിട്ട് ഇരിക്കുന്നുണ്ടാവും. ഇതാ ഒരു സെക്കൻഡാ ആ പെരിയാരം മെഡിക്കൽ കോളേജ് എത്താൻ ഒരു സെക്കൻഡ് മുമ്പ് മൂപ്പര്. ഇത്രയേ ഉള്ളൂ മനുഷ്യന്, ഇത്രയേ ഉള്ളൂ അല്ലേ. എന്നിട്ടല്ലേ വെറും അഹങ്കരിച്ച് നടക്കുന്നത്, എന്നിട്ടാണ് ഞാൻ വലിയവനാണെന്നുള്ള അഹങ്കാരമുണ്ടോ എന്റെ ഉമ്മ? അഹങ്കരിക്കല്ലേ, അഹങ്കാരം നടിക്കല്ലേ, വേണ്ട കേട്ടോ, വേണ്ട. അള്ളാന്റെ ഹബീബ് പഠിപ്പിച്ചു തരികയാണ്, ലോകത്തിന്റെ പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞു തരികയാണ്, ലാ യദ്ഖുലുൽ ജന്നത, ലാ യദ്ഖുലുൽ ജന്നത മൻ കാന ഫീ ഖൽബിഹി മിസ്കാല ദർറത്തിൻ മിൻ കിബർ. ഇതാ പറഞ്ഞത്, ലോകത്തിന്റെ പ്രവാചകൻ പറഞ്ഞത് എന്തെന്നറിയണോ? ലാ യദ്ഖുലുൽ ജന്നത, സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല, മൻ കാന ഫീ ഖൽബിഹി, അവന്റെ കൽബിലുണ്ടായാൽ മിസ്കാല ദർറത്തിൻ മിൻ കിബർ. എങ്ങനെയാ പറഞ്ഞേ? അല്ലാണ്ട് ഒരു ആനന്റെ വലിപ്പമെന്നല്ല പറഞ്ഞത്. അള്ളാന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് എന്തെന്നറിയണോ? ഒരു അരിമണി തൂക്കമെങ്കിലും, ഒരു അരിമണി തൂക്കെങ്കിലും ഉണ്ടെങ്കിൽ എന്തെന്നറിയണോ? ആ മനുഷ്യന് സ്വർഗമില്ല. അപ്പൊ നമുക്ക് ഉറപ്പിക്കാലോ അല്ലേ? നമുക്ക് സ്വർഗ നരക വേണ്ടെന്ന് നമുക്ക് തന്നെ തീരുമാനിക്കാം അല്ലേ? എന്താ ഇങ്ങനെയൊരു നടത്ത? പടച്ചോനെ പേടിയില്ല. ഉമ്മമാരൊക്കെ നടത്തൊക്കെ കണ്ട അല്ലാ, അവരെയൊക്കെ വിളിച്ചിട്ട് ഒരു ഇത് പറഞ്ഞ അവരെ നമ്മൾ പ്രശംസിക്കണം. അവർക്കൊരു ഹൈവേയിൽ ചെരുപ്പ് ഇട്ടിട്ട് എന്താണെന്നറിയില്ല, ഇങ്ങനെ ഉണ്ടാകല്ലേ, മുട്ടൂത്തിട്ട് എന്താണെന്നറിയില്ല, ഒട്ടകം ഇങ്ങനെയല്ലേ ചേരുന്ന പോലെ ഉണ്ടാവല്ലേ, അറിയില്ല, കാണാം അല്ലേ. ഉമ്മമാരെ നടക്കുന്ന ഹൈവേയിൽ അവരെ എന്തായാലും നമ്മൾ സമ്മതിക്കണം അല്ലേ. അപ്പൊ അവർക്കൊരു ഉപഹാരം തന്നെ കൊടുക്കണം. എത്ര കിലോമീറ്റർ വരെ രാവിലെ കാസർഗോഡ് നഗരസഭ അടിച്ചു വരാൻ ആരാ പോകുന്ന? കുടുംബശ്രീയിൽ നിന്ന് മുസ്ലിം ഉമ്മമാര് വളരെ സജീവ പ്രവർത്തകരാണ് അല്ലേ, സജീവ പ്രവർത്തകരാണ് ഉമ്മമാരൊക്കെ. കാരണം ഇങ്ങനെ ഫർദ ഇടും, ടൈറ്റ് ഫിറ്റ് ഫർദ, അതാണെങ്കിലോ വലിയ പാള ഇതാക്കിയിട്ടുണ്ടാവും. അതിങ്ങനെ നിലത്ത് ഫുള്ള് ഉമ്മമാരെന്നെ അടിച്ചു വാരലും തുടക്കലും. വീട് വൃത്തിയാക്കാനുണ്ടാവില്ല, നാട് വൃത്തിയാക്കാൻ ഇതാ നമ്മുടെ മുസ്ലിം സ്ത്രീകള് മെയിൻ പ്രവർത്തകരാ അല്ലേ. ഇന്നത്തെ കാലഘട്ടത്തിൽ ഉമ്മമാരെ പറഞ്ഞല്ലേ, ഞങ്ങളെ ഈ നാട്ടിലെ ഉമ്മമാര് നല്ല ഉമ്മമാരെന്നാണ് എൻ്റെ അഭിപ്രായം അല്ലേ. അങ്ങനെ തന്നെയല്ലേ? അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. ഇവിടുത്തെ ഉമ്മമാരൊക്കെ നല്ല ഉമ്മമാരാണ് ഇല്ല. നമ്മൾ ഹക്കീമൊക്കെ പറഞ്ഞു നല്ല മനുഷ്യന്മാരൊക്കെ ആണെന്നാ. ഹക്കീമൊക്കൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല, അൽഹംദുലില്ലാ. അപ്പോ എല്ലാവരും നല്ലവരാണ്. ഉമ്മമാർ പറയും ഞങ്ങളെ മാത്രം എന്താ പറയാത്തെ, ഞങ്ങൾക്ക് എന്താപ്പാ കുറവ്? എല്ലാവരും നല്ല മനുഷ്യന്മാര്. ദുനിയാവിൽ ആരും പടക്കണ്ടേ, നമ്മളങ്ങ് പടക്കാരല്ലേ അല്ലേ. നാട്ടുകാരൊക്കെ നല്ലവരാണ്. അള്ളാഹു നമ്മെ കബൂലാക്കുമാറാകട്ടെ, നല്ല സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അപ്പോൾ നമ്മൾ പറഞ്ഞത്, അപ്പൊ എങ്ങനെയായിരിക്കണം നമ്മുടെ ജീവിതത്തെ നയിക്കേണ്ടത്? നമുക്ക് ഉറപ്പാണ് ഖബറുണ്ട്, മരണമുണ്ട് എന്ന കാര്യത്തിൽ നമുക്കൊരാൾക്കും സംശയമില്ല. അതിലൊരു സംശയമില്ല. പക്ഷേ നമ്മളെങ്ങനെ ജീവിതം നമ്മളെങ്ങനെ കൊണ്ടുപോകണം?
ഒരു 3 സ്വലാത്ത് സല്ലല്ലാഹു അലാ മുഹമ്മദ്. അപ്പോ നല്ല പൊടിയുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു, അപ്പൊ നമ്മുടെ ജീവിതം എങ്ങനെയാണ് നമ്മൾ കൊണ്ടുപോവാ, ജീവിതം എങ്ങനെയായിരിക്കണം നമ്മൾ നയിക്കാൻ. അള്ളാന്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യം ഇന്നത്തെ കാലഘട്ടത്തെ ഞാൻ കുറിച്ച് പറഞ്ഞുതരാം. എന്താണ് ഇന്നത്തെ കാലഘട്ടം? ലോകത്തിന്റെ പ്രവാചകനായ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സയഅതി സമാനി അലാ ഉമ്മതി, എന്റെ ഉമ്മത്തിനൊരു കാലം വരാനുണ്ട്, യുഹിബ്ബൂനൽ ഹംസ വയൻസൂനൽ ഹംസ, എന്റെ ഉമ്മത്തിനൊരു കാലം വരാനുണ്ട്, യുഹിബ്ബൂനൽ ഹംസ വയൻസൂനൽ ഹംസ, അവർ 5 കാര്യങ്ങളെ ഇഷ്ടപ്പെടും, 5 കാര്യങ്ങളെ അവർ മറക്കുന്നതാണ്. എന്താണെന്നറിയണോ? ഒന്നാമത്തെ കാര്യം, 5 കാര്യങ്ങളെ അവർ ഇഷ്ടപ്പെടുമേ, വയൻസൂനൽ ഹംസ, 5 കാര്യങ്ങളെ അവർ മറക്കുന്നതുമാണ്. ഒന്നാമത്തെ കാര്യം ഏതെന്നറിയണോ? യുഹിബ്ബൂനൽ ഹയാത്ത്, ജീവിതത്തെ അവരെ വല്ലാതെ ഇഷ്ടപ്പെടുന്നതാ, ജീവിതത്തിന്റെ സുഖമാധുരങ്ങളെ അവർ ഇഷ്ടപ്പെടുന്നതാ, ജീവിതത്തിന് വേണ്ടിക്കൊണ്ട് എന്ത് ചെയ്യാൻ മടിക്കാത്ത, ജീവിക്കാൻ വേണ്ടിക്കൊണ്ട് എന്ത് പണി പോലും ചെയ്യാൻ മടിക്കാത്ത ഇന്നത്തെ മനുഷ്യത്വം നിരച്ചു പോകുന്ന, മനുഷ്യത്വം മരവിച്ചു പോകുന്ന ഇന്നത്തെ കാലഘട്ടമുണ്ടല്ലോ. ഓർക്കണേ എന്റെ പ്രിയപ്പെട്ടവരെ, നാം മനസ്സിലാക്കണേ, നമുക്ക് ജീവിതമല്ല വേണ്ടത്, നമ്മുടെ ജീവിതത്തെ ഇഷ്ടപ്പെടുകയാണ്. എനിക്ക് ജീവിതമാണ് വലുത്, എനിക്ക് പടച്ച തമ്പുരാനെ എനിക്ക് മരണത്തെ അത്ര എനിക്ക് വേണ്ട, മരണത്തെ നമ്മൾ മറന്നു പോവുകയാണ്. അല്ലാഹുവിനെ പേടിയില്ല, അങ്ങനെയുള്ള ചിന്തയിലേക്ക് നമ്മുടെ മനസ്സിനെ നമ്മൾ വിയോടിച്ചു കൊണ്ടുപോകുമ്പോൾ, അങ്ങനെയുള്ള ചിന്തയിലേക്ക് നമ്മൾ പോകുമ്പോൾ, അല്ലാഹുവിന്റെ ഹബീബ് 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രവചിക്കുകയാണ്, യുഹിബ്ബൂനൽ ഹംസ വയൻസൂനൽ ഹംസ യുഹിബ്ബൂനൽ ഹയാത്ത്, അവരെ ജീവിതത്തെ വല്ലാതെ ഇഷ്ടപ്പെടുന്നത്, വയൻസൂനൽ മമാത്ത്, അവരെ മറക്കുന്നത്, മൗത്തിനെ മരണത്തെ അവരെ മറക്കുന്നത്, മരണത്തെ അവർ എന്താണെന്നറിയണോ? അവരെ മരണത്തെ മറന്നു പോകും, ജീവിതത്തെ അവർ ഇഷ്ടപ്പെടും, മരണത്തെ അവർ മറന്നു പോകും. രണ്ടാമത്തത് ഏതെന്നറിയണോ? യുഹിബ്ബൂനൽ മാൽ വയൻസൂനൽ ഹിസാബ്. കേൾക്കണേ എന്റെ പ്രിയപ്പെട്ട ഉമ്മ, യുഹിബ്ബൂനൽ മാല, അവരെ സമ്പാദ്യത്തെ അവർ വല്ലാതെ ഇഷ്ടപ്പെടുന്നതോ, സമ്പാദ്യത്തെ അവർ വല്ലാതെ ആഗ്രഹിക്കുന്നതോ, സമ്പാദ്യത്തിന് വേണ്ടിക്കൊണ്ട് തന്റെ വാപ്പയൊന്നില്ല ഉമ്മയൊന്നില്ല. കാസർഗോഡ് ജില്ലയിൽ നാം ഒരു വാർത്ത കേട്ടില്ലേ? കാസർഗോഡ് ജില്ലയിലെ സ്വത്തിന്റെ പേരിൽ തന്നെ മാതാവിനെ കൊന്ന ചരിത്രത്തിലെ കാസർഗോഡ് സാക്ഷിയായില്ലേ? തന്റെ ഉപ്പയെ കൊന്നതിൽ കാസർഗോഡ് സാക്ഷിയായില്ലേ? എത്രയോ വർത്തമാന കാലഘട്ടത്തിൽ നിന്ന് തന്റെ വാപ്പയൊന്നില്ല ഉമ്മയൊന്നില്ല സഹോദരനെന്നില്ല സഹോദരിയെന്നില്ല തന്റെ കുടുംബമെന്നില്ലാതെ അറുത്തിടുകയാണ് സ്വത്തിനും പണത്തിന് വേണ്ടിക്കൊണ്ട്. ഇന്നത്തെ മനുഷ്യ കാലഘട്ടം കൂപ്പുകുത്തിയ സമുദായമായി കൊണ്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന മനുഷ്യ ഓർക്കണേ, ഇത് 1400 വർഷങ്ങൾക്ക് മുമ്പ് കളവ് പറയാത്ത പ്രവാചകൻ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രഖ്യാപിച്ചതാ.
ലോകത്തിന്റെ ഹബീബ് പറഞ്ഞതാ. പിന്നെയോ നമ്മൾ മറക്കുന്നതാണ് അവർ ജീവിതത്തെ, അവർ ഹിസാബിനെ അവർ മറക്കുന്നതാണ്. അവർ ജീവിത കാലഘട്ടത്തിൽ അവർ ഹിസാബിനെ മറക്കും. ഹിസാബിനവർക്ക് അല്ലാഹുവിന്റെ കോടതിയിൽ എന്നെ നാളെ വിചാരണ ചെയ്യപ്പെടുമെന്നുള്ള പേടി അവരങ്ങ് മറന്നു കളയാണ്. ഇൻഷാ അല്ലാഹ് അങ്ങനെ ആഗ്രഹിച്ചുകൊണ്ട് അള്ളാന്റെ പരിശുദ്ധമാണ് ഈ സദസ്സിൽ വെച്ചുകൊണ്ട് എനിക്ക് സമ്പാദ്യത്തിനല്ല പ്രിയം, എനിക്ക് സ്വത്തിനല്ല പ്രിയം, എനിക്ക് അള്ളാഹുവിന്റെ എന്റെ സ്വത്ത് എനിക്ക് പള്ളിക്കും പള്ളിന്റെ കീഴിലുള്ള സ്ഥാപനങ്ങൾക്കും കൊടുക്കാൻ തയ്യാറാണെന്ന് പറയാൻ ആർക്ക് ഈ സദസ്സിൽ ധൈര്യമുണ്ട്? ഞാൻ ചോദിക്കട്ടെ, ആരാ ആദ്യമായി ഈ സദസ്സിൽ നിന്ന് ഏകദേശം ബിസ്മില്ലാ നാടിന്റെ ഒരു മൈലേജ് നമുക്ക് എത്രയാ? 3313 രൂപ. എനിക്ക് സമ്പാദ്യമല്ല വേണ്ട, ഞാൻ സ്വത്തിനെ ആഗ്രഹിക്കുന്നവരല്ല, ഞാൻ പള്ളിക്കൊക്കെ കൊടുക്കും. എനിക്ക് സ്വത്ത് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്റെ കയ്യിൽ ഉള്ളത് ഞാൻ കൊടുക്കുമെന്ന് പറയാൻ ആരാ ഈ സദസ്സിൽ നിന്ന് എന്റെ പ്രിയപ്പെട്ട ഉമ്മ പറയാൻ കഴിയുമോ നിങ്ങൾക്ക്? ഞാൻ ചോദിക്കാം, ആരുണ്ട് ഈ സദസ്സിൽ 3333 രൂപ കൊടുക്കാൻ ഈ സദസ്സിൽ നിന്ന് ആരുണ്ട്? ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ പടച്ചതമ്പുരാനെ നീ കബൂലാക്കണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്. എല്ലാവരും ആമീൻ പറയുവിൻ. പടച്ചവനെ അല്ലാഹുവേ നിന്റെ പണം അല്ലാഹുവേ നീ കൊടുത്തതാണ് അല്ലാഹ്, ഈ മനുഷ്യന്റെ കയ്യിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ചെന്നേ ഉള്ളൂ അല്ലാഹ്. അല്ലാഹുവേ പടച്ചവനെ ആ പ്രിയപ്പെട്ട ഉപ്പാക്ക് നീ ആരോഗ്യം കൊടുക്കണേ അല്ലാഹ്, ആഫിയത്ത് നീ നൽകണേ പടച്ചവനെ, ദീർഘായുസ്സ് നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ പടച്ചതമ്പുരാനെ അല്ലാഹുവേ ഇതിന്റെ ഇരട്ടി നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്, ഇതിന്റെ ഇരട്ടി നീ കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. നിന്റെ പള്ളിയിലേക്ക് വേണ്ടി, നിന്റെ പള്ളിയിലേക്കുള്ള വരുമാനത്തിന് വേണ്ടി പടച്ചവനെ ഇവിടെ ഒരു ബിൽഡിങ്ങിന്റെ ഉദ്ഘാടനം അതിന്റെ ഫണ്ടിലേക്കാണ് റബ്ബേ, ഇത് നീ കബൂലാക്കണേ അല്ലാഹ്, ഇത് നീ സ്വീകരിക്കണേ റഹ്മാനെ, ഇത് നീ സ്വീകരിക്കണേ റഹ്മാനെ, ഇത് നീ കബൂലാക്കണേ അല്ലാഹ്. തന്റെ കുഞ്ഞമകന്റെ കയ്യിൽ തന്റെ കുഞ്ഞമകനോട് പറയുകയാണ്, മോനെ കൈപൊക്ക് മോനെ എന്ന് പറഞ്ഞപ്പോ ആ കുഞ്ഞുമോനെ കൈപൊക്കി റബ്ബേ, ഇതിന് 2 പേര് സാക്ഷിയാവുകയാണ് അല്ലാഹ്. നിന്റെ പള്ളിക്ക് വേണ്ടി സഹായിച്ചതിൽ ഇതിന് 2 പേര് സാക്ഷികയാണ് റബ്ബേ. അല്ലാഹുവേ ഇതിന്റെ പ്രതിഫലം നീ ഇഹലോകത്തും പരലോകത്തും നീ നൽകണേ അല്ലാഹ്, നൽകണേ പടച്ചവനെ. ബിസ്മില്ലാ. ആരാണ് അടുത്ത? ആരാണ്? ഇൻഷാ അല്ലാഹ് ലാസ്റ്റ് നമുക്ക് ചോദിക്കാൻ നിൽക്കണ്ട, എന്തായാലും ഇത്ര എത്തിയല്ലോ. ഒരു ഉമ്മമാരെന്നെ പറഞ്ഞോളൂ, ആരാണ്? ഒരാളേ ഉള്ളൂ നാട്ടിലൊരാളേ ഉള്ളൂ. അൽഹംദുലില്ലാഹ്. പടച്ചവനെ നീ കബൂലാക്കണേ അല്ലാഹ്. രണ്ടാമതൊരാൾ റബ്ബേ നിന്റെ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നാമോദ്യങ്ങൾ മുഴങ്ങിയ സദസ്സാണ് അല്ലാഹ്, നീ കബൂലാക്കണേ റബ്ബേ, നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. പടച്ചവനെ ഈ സദസ്സിന്റെ ബർക്കത്ത് കൊണ്ട് റബ്ബേ, നിന്റെ മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹ്, ഞങ്ങൾ നിന്റെ മഹാന്മാരെ മുൻനിർത്തി ചോദിക്കുന്ന റബ്ബേ, അല്ലാഹുവേ ഈ സദസ്സിലെ നിന്ന് ആരാണോ അല്ലാഹ് സദഖ ചെയ്തത് അവരെ നീ കബൂലാക്കണേ അല്ലാഹ്, അവർക്ക് നീ ബർക്കത്ത് നൽകണേ റബ്ബേ, അവർക്ക് നീ ബർക്കത്ത് നൽകണേ അല്ലാഹ്, അവർക്ക് നീ ബർക്കത്ത് നൽകണേ അല്ലാഹ്. രണ്ടാമത്തെ ആളായി ഇനി ആരാണ്? ഉമ്മമാരാരും പറഞ്ഞില്ലല്ലോ. ഉമ്മമാരെ എന്നാ പിന്നെ നിങ്ങൾ ആലോചിച്ച് ലാസ്റ്റ് പറഞ്ഞോളൂ, പടക്കൊരു പിരിവ് വേണ്ട, നമുക്ക് വിഷയത്തിലേക്ക് തന്നെ കിടക്കാം. അപ്പൊ മൂന്നാമത്തത് നമ്മൾ പറഞ്ഞ, രണ്ടാമത്തത് യുഹിബൂനൽ മാല വയൻസൂനൽ ഹിസാബ. അവർ പൈസയെ അവർ ആഗ്രഹിക്കും, അവർ
അവരിഷ്ടപ്പെടും. പിന്നെ അവരെ മറക്കുന്നത് ഏതാ? വയൻസൂനൽ ഹിസാബ്, ഹിസാബിനെ അവർ മറക്കും. പിന്നെ ഏതെന്നറിയണോ? മൂന്നാമത്തത് ഏതെന്നറിയണോ? ലോകത്തിന്റെ പ്രവാചകനായ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചു തരികയാണ്. യുഹിബ്ബൂനൽ ഖുസൂർ വയൻസൂനൽ ഖുബൂർ. അല്ലാഹുവിന്റെ പ്രവാചകനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ലോകത്തോടെ പറഞ്ഞു തരികയാണ്. 1400 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിന്റെ പ്രവാചകൻ പറഞ്ഞപ്പോ എന്നീ കാലഘട്ടത്തിൽ നടക്കുകയല്ലേ മണിമാളികകളെ അവർ വല്ലാതെ ഇഷ്ടപ്പെടുന്നതാ. രാജകീയ കൊട്ടാരത്തിൽ ഉല്ലസിക്കാരോ വലിയ വലിയ ആകാശത്തോളം വെട്ടുന്ന വീടുകൾ നിർമ്മിക്കുവാനോ ആരാ കൊതിക്കാത്തത്? ഇന്നത്തെ കാലഘട്ടത്തില് അവരെ മറന്നു പോകുന്നത് എന്തെന്നറിയണോ? മണ്ണിന്റെ മണിയരെ അവരെ മറന്നു പോവുകയോ. അതേതെന്നറിയണോ? കറുത്തവനെയും വെളുത്തവനെയും രാജാവിനെയും പടനെയും ഒക്കെ വെക്കപ്പെടുന്ന അവിടെ താഴ്ത്തപ്പെടുന്ന 6 അടി മണ്ണുണ്ടല്ലോ, അതിനെയാണ് അവരെ വയൻസൂനൽ ഖുബൂർ. അവൻ ഖബറിനെ മറന്നു പോകുന്നതാ. മണിമാളികളെ അവരെ വല്ലാതെ ഇഷ്ടപ്പെടും. അപ്പൊ നമ്മള് 3 കാര്യങ്ങൾ പറഞ്ഞു. ഇനി 4-മത്തത് ഏതാ? ദുനിയാവിനെ അവർ ഇഷ്ടപ്പെടും. പരലോകത്തെ നമ്മൾ മറക്കും അല്ലേ? പരലോകത്തെ മറന്നു പോവുകയാണ്. പരലോക ചിന്തയില്ല ആർക്കാ ഇല്ലേ? നാളെ പടച്ചോന്റെ വിചാരണ ഉണ്ട്, അല്ലെങ്കിൽ നാളെ ഞാൻ നരകത്തിലേക്ക് വെക്കപ്പെടുകയാണ്, നാളെ ഇന്ന നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടും എന്നുള്ള ചിന്ത ആർക്കല്ലേ? ഉണ്ടായിരിക്കല്ലേ? ഉണ്ടാവണം. എന്നാലേ നമുക്ക് വിജയം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നമ്മൾ 4 കാര്യങ്ങൾ പറഞ്ഞു. 5-മത്തത് എന്ന് വളരെ എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണിത്. 5-മത്തെ കാര്യം വളരെയധികം വല്ലാതെ പടച്ചവനെ റഹ്മാനായ രാജസീതായ അല്ലാഹ്, പടച്ചവനെ ഞങ്ങളെ പ്രിയപ്പെട്ട ഉപ്പാപ്പ റബ്ബേ 1000 രൂപ ഖുലൂ തക്ബീർ. ബിസ്മില്ലാഹ്. അല്ലാഹുവേ നീ കബൂലാക്കണേ അല്ലാഹുവേ പടച്ചവനെ എന്റെ ശരീരം കൊണ്ട് വയ്യാത്ത ശരീരവുമായി കൊണ്ട് ഇത് സദസ്സിന്റെ അടുത്തേക്ക് കടന്നു വന്നുകൊണ്ട് കയ്യിലേക്ക് തന്നപ്പോ റബ്ബേ ആ ഹുബ്ബ് നിങ്ങൾ മനസ്സിലാക്കണേ. ആ ഹുബ്ബ് നിങ്ങൾ ചിന്തിക്കെടുക്കണ്ടേ? എന്താണ് കയ്യിലേക്ക് സദസ്സിലേക്ക് വന്ന് തരുമ്പോ റബ്ബേ അല്ലാഹുവേ നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്, ദീർഘായുസ് നൽകണേ അല്ലാഹ്, ഇനിയും ദീനിനെ കൊടുക്കാനുള്ള തൗഫീഖ് നീ നൽകണേ റബ്ബേ. അപ്പോൾ നമ്മൾ ഈ 5-മത്തെ കാര്യം നിങ്ങൾ എല്ലാവരും കേൾക്കണം, ശ്രദ്ധിച്ചു കേൾക്കണം. ശ്രദ്ധിച്ചു കേൾക്കൂലേ നിങ്ങൾ? ഇല്ലേ? ശ്രദ്ധിച്ചു കേൾക്കും ഇൻഷാ അല്ലാഹ്. ഏതാണ് 5-മത്തെ കാര്യം? ഏതെന്നറിയണോ? യുഹിബ്ബൂനൽ ഖൽഖ വയൻസൂനൽ ഖാലിഖ്. ഇത് വല്ലാതെ എനിക്ക് ഉസ്താദ്, എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദ് ഇത് പാടെടുത്ത് തരുമ്പോ ഇത് കേട്ടപ്പോ എനിക്ക് വല്ലാതെ ഓടിയൊരു കാര്യമാണ്. ഇത് മനസ്സിലാക്കണം. എന്താണെന്നറിയണോ? യുഹിബ്ബൂനൽ ഖൽഖ, സൃഷ്ടിയെ അവർ ഇഷ്ടപ്പെടും, സൃഷ്ടികളെ അവർ ഇഷ്ടപ്പെടും. വയൻസൂനൽ ഖാലിഖ, സൃഷ്ടാവിനെ അവർ മറക്കും. സൃഷ്ടികളെ ഇഷ്ടപ്പെടും, അവരെ മറക്കുന്നതാരെയാ? സൃഷ്ടാവിനെ അവർ മറക്കും. മനസ്സിലായി? എന്താ സൃഷ്ടിയെ നമുക്ക് കാണാമല്ലോ. പ്രണയങ്ങളുടെ ആസ്മരികതകളിൽ നിന്ന് ലോകം ഇന്ന് പുളകിതമണിയുമ്പോൾ, പ്രണയം കൊണ്ട് ഇന്ന് ലോകം ഇന്ന് അയന്നാടുമ്പോൾ, എന്താണ്? ഇതാണ് 1400 വർഷങ്ങൾക്ക് ലോകത്തിന്റെ പ്രവാചകൻ പറഞ്ഞതാ, ലോകത്തിന്റെ ഹബീബ് പഠിപ്പിച്ചതാ. എന്റെ ഉമ്മമാരെ, എന്റെ പ്രിയപ്പെട്ട ഇക്കാക്കമാരെ, മനസ്സിലാക്കണേ സഹോദരി സഹോദരന്മാരെ. പ്രണയിക്കേണ്ടത് ആരെന്നറിയണോ? നിങ്ങളെ കരളിന്റെ കഷ്ണമായ, കരളിന്റെ കാതനായ നിങ്ങളുടെ ഹുബ്ബേ,
ഞങ്ങളുടെ ലോകത്തിന്റെ പ്രവാചകനായ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാ അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ് നമ്മൾ പ്രണയിക്കേണ്ടത്. അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ് പ്രണയിക്കേണ്ടത്. എങ്ങനെയെന്നറിയണോ എൻ്റെ പ്രിയപ്പെട്ടവരെ? ഇഷ്ടം മദീനായൻ ഇഷ്കും മദീന, കൽബിൽ മദീന വന്ന് കാണാൻ മദീന. ഇഷ്ടം മദീനായൻ ഇഷ്കും മദീന, കൽബിൽ മദീന വന്ന് കാണാൻ മദീന. മോഹം മദീന മെഹബൂബിൻ മദീന, അനുരാഗം മദീന കനിവേറും മദീന. ഇഷ്ടം മദീന ഇഷ്കും മദീന, എൻ കനവിൽ മദീന ഖൈറാനേ മദീന. ആശ ചൊല്ലി മോഹം പാടി വന്നി പാമരൻ, ആശിക്കീങ്ങളെ ആശിക്കായി വന്നി പാമരൻ. ഒന്ന് കാണാൻ കൊതിയേറെ ആശയേറുന്നുണ്ടേറെ, ഒന്ന് കാണാൻ കൊതിയേറെ ആശയേറുന്നുണ്ടേറെ. ഇഷ്ടം മദീനായൻ ഇഷ്കും മദീന, കൽബിൽ മദീന വന്ന് കാണാം മദീന. വഅലൈക ഹുബ്ബി യാ റസൂലല്ലാഹ്, വഅലൈക ഹുബ്ബി യാ ഹബീബല്ലാഹ്, വഅലൈക ഹുബ്ബി യാ ഖൈറ ഖൽഖില്ലാഹ്. പ്രണയിക്കുന്നുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞതാണ് വയുബ്ബൂനൽ ഖൽഖ, സൃഷ്ടിയെ നമ്മൾ ഇഷ്ടം വെക്കും, മുഹബ്ബത്ത് വെക്കാണ്. അന്യ പെണ്ണും മഞ്ഞാണുമായി കൊണ്ട് പ്രണയത്ത് സല്ലാപം നടിക്കുകയാണ്. പ്രണയ സല്ലാപം ഇന്ന് അധികരിക്കുകയാണ്. സെൽഫോണിലൂടെ ചാറ്റിങ്ങിലൂടെ ചീറ്റിംഗ് ആകുന്ന ഇന്ന് യുവപ്രതീകങ്ങളെ ഇന്ന് അല്ലാഹുവിന്റെ ദീനിനെ മറന്നു പോവുകയാണ്. പാതിരാത്രിയിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദര, അന്യ പെണ്ണുമായി കൊണ്ട് നീ ഇടപഴകുമ്പോൾ ഓർക്കണേ, നീ നിന്റെ കടക്കയിൽ കിടക്കുമ്പോ പ്രണയസഖിയുമായി സല്ലപിക്കുമ്പോ ഓർക്കണേ, നിനക്ക് മരണമുണ്ട്. അധികം ഇതിലേക്ക് കടക്കുന്നില്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ മറന്നു പോകുന്നതാണ് സൃഷ്ടാവിനെ നമ്മൾ മറന്നു പോകുന്നത്. സൃഷ്ടാവിനെ നമ്മൾ മറന്നു പോകും. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. പടച്ചതമ്പുരാൻ കാത്തുരക്ഷിക്കട്ടെ. ഒരു 3 സ്വലാത്ത് സല്ലല്ലാഹു ഒരു ചിന്ത ഉണ്ടാവും, എന്ത് ഈ കണ്ണൂർക്കാർക്ക് വെള്ളം കിട്ടാണ്ടാണോ അങ്ങനെ വന്നത് അല്ലേ? ഒരു ചിന്ത ഉണ്ട്, ഈ കണ്ണൂർ ചെക്കൻ എന്താ അപ്പൊ വെള്ളം കിട്ടാണ്ടാണോ അങ്ങനെ വന്നതെന്ന് ചിന്തിക്കുന്നുണ്ടോ? ഇല്ലട്ടോ, വെള്ളമൊക്കെ ഉണ്ട്. പക്ഷേ നിങ്ങള് മനസ്സിലാക്കേണ്ടത്, നമ്മൾ ചിന്തിക്കും ഈ മൈക്കിൻ്റെ അടുത്തുനിന്ന് വന്ന് പ്രസംഗിക്കാൻ നല്ല രസമുള്ള കാര്യമാണ്, നല്ല സുഖമാണ് നിൽക്കുന്ന ചിന്ത ഉണ്ടെങ്കിൽ ഇന്നത്തോടെ അത് മാറ്റിക്കോളി. വലിയ നല്ല കാര്യമാണല്ലേ ഇത്. മൈക്ക് എന്നൊക്കെ പറഞ്ഞാൽ വളരെ മോശമാണ്. തൊണ്ട വരണ്ടു പോകും ഒറ്റയ്ക്ക് മൈക്കിങ്ങനെ.
അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് ഇതൊക്കെ. നിങ്ങൾ വിചാരിക്കും നല്ല സുഖമാണ് ഇവിടെ വന്നിങ്ങനെ അൽഹംദുലില്ലാ എന്നൊക്കെ പറയാൻ നല്ല രസമുള്ള കാര്യമൊന്നുമല്ല. ഇത് 2-3 വട്ടം വന്ന് ഇവിടെ ഒന്ന് പറഞ്ഞു നോക്കണം. ഒരു 2-3 മിനിറ്റൊക്കെ പറയാൻ നല്ല രസമുണ്ടാവും. 3-ാമത്തെ മിനിറ്റ് നല്ല ഒച്ചയൊക്കെ ഉണ്ടാവും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓരോ ഒന്നിലും നമുക്ക് ഒരു വിഷമില്ലാണ്ട് പോരാ അല്ലേ? അള്ളാഹ് കാത്തിരക്ഷിക്കട്ടെ. നമ്മളൊക്കെ ദുആ ചെയ്യണം നല്ല ശബ്ദത്തിനും നല്ല ഇൽമിനൊക്കെ വേണ്ടി. അള്ളാഹു നമ്മെ കബൂലാക്കുമാറാകട്ടെ. അപ്പോൾ ഉമ്മമാരുടെ അരികിലേക്ക് ബക്കറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും നല്ല രീതിയിൽ സദഖ ചെയ്യുക. അള്ളാഹു നമ്മെ കബൂലാക്കുമാറാകട്ടെ. പടച്ചതമ്പുരാൻ കബൂലാക്കട്ടെ. അപ്പോൾ എന്താണെന്നറിയണം, ഈ സദഖ ചെയ്യാൻ മടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഒരാളെ അടുത്തേക്ക്, ഒരു മനുഷ്യന്റെ അരികിലേക്ക് മരണം കടന്നു വന്നാൽ, ഒരു മനുഷ്യന്റെ അടുത്തേക്ക് ഹത്താ ഇദാ ജാ അബ്ദുൽ മൗതു ഫയഖൂലു റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ കരീം ഫഅസ്വദ്ദക വകും മിനസ് സ്വാലിഹീൻ. നിങ്ങൾക്ക് ഒരാൾക്ക് മരണം വന്നത് എന്നാൽ അപ്പോൾ നിങ്ങൾ അവന് പറയുന്നതാണ്, നാഥാ എനിക്കൊരു അല്പസമയം കൂടെ, നാഥാ പടച്ച തമ്പുരാനെ എനിക്കൊരു അല്പസമയം കൂടി എന്ന് നീട്ടിത്തരണേ. എന്തിനാണെന്നറിയണോ? എനിക്കൊന്ന് സദഖ ചെയ്യാനാ, എനിക്കൊന്ന് സദഖ ചെയ്യാനാ. ഓർക്കണേ മനുഷ്യ, മനസ്സിലാക്കണേ, ചിന്തിക്കേണ്ട വിഷയമാണിത്. എന്തിനാണെന്നറിയണോ? എനിക്കൊന്ന് സദഖ ചെയ്യാനാ, എനിക്ക് പള്ളിക്ക് വേണ്ടി കൊടുക്കാനാ, എനിക്ക് പാവപ്പെട്ടവരെ സഹായിക്കാനാ, അങ്ങനെയുള്ള സൽക്കർമ്മങ്ങള് ചെയ്യാനാണ്. എനിക്ക് അല്പസമയം കൂടി ഒന്ന് നീട്ടിത്തരുമോ റബ്ബേ എന്ന് നാളെ മരണത്തിന്റെ സമയത്ത് നമ്മൾ പറയുന്നതാണ്. അല്ലാഹുവേ അപകട മരണങ്ങളെ തൊട്ട് നീ കാക്കണേ റബ്ബേ, പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് നീ കാക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളെ അയൽ പ്രദേശങ്ങളില് റബ്ബേ കൊലപാതകങ്ങൾ അധികരിക്കുകയാണ് റബ്ബേ, നീ കാക്കണേ അല്ലാഹ്. രാഷ്ട്രീയ കൊലപാതകങ്ങൾ നീ അധികരിക്കുകയാണ് റബ്ബേ. ഞങ്ങളെ നാട്ടിലും നീ, ഞങ്ങളെ രാജ്യത്തിലും നീ ഐക്യം നൽകണേ റബ്ബേ, ഐക്യം പ്രദാനം ചെയ്യണേ അല്ലാഹ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ഇനി നമ്മുടെ ജീവിതം ഇങ്ങനെയൊക്കെ നമ്മൾ കൊണ്ടുപോകണം. ഓർക്കണേ, എന്തായാലും മരണം വന്നച്ചും ആരായിരുന്നു അലക്സാണ്ടർ ചക്രവർത്തി? പല രാജ്യങ്ങളുടെയും ചക്രവർത്തിയായി വാഴ്ന്നിരുന്ന അലക്സാണ്ടർ ചക്രവർത്തി. പല രാജ്യങ്ങളും തന്റെ കാൽക്കീഴിൽ ഭരിച്ച ആളാണ് അലക്സാണ്ടർ. അങ്ങനെ ഇരിക്കുകയാണ് അലക്സാണ്ടർ ചക്രവർത്തി ഓരോ രാജ്യങ്ങളും ഇങ്ങനെ വെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കവെയാണ് അലക്സാണ്ടർ ചക്രവർത്തിക്ക് രോഗബാധിതനാവുകയാണ്. ഒരു കൺട്രിയിൽ നിന്നിരിക്കുന്ന സമയത്താണ് അലക്സാണ്ടർ ചക്രവർത്തിക്ക് ഒരു രോഗബാധിതനാവുകയാണ്. ഇതിന്റെ മുമ്പ് തന്റെ മാതാവ് കത്തയച്ചിട്ടുണ്ട്, മകനെ അലക്സാണ്ടർ, മകനെ എനിക്ക് നിന്നെ ഒന്ന് മീറ്റ് ചെയ്യണം എന്ന് തന്റെ അമ്മ തന്റെ മകനോട് കത്തയച്ചിട്ടുണ്ട്. 24 മണിക്കൂർ ഏകദേശം 24 ഹവേഴ്സ് യാത്ര ചെയ്യാൻ മാത്രമേ തന്റെ മാതാവിന് തന്റെ മകന്റെ അരികിലേക്ക് എത്താൻ സാധ്യമുള്ളൂ. അത്രയും അധികം ദൂരമുണ്ട്. അങ്ങനെ ഇരിക്കവെയാണ് അലക്സാണ്ടർ ചക്രവർത്തി ഒരു രാജ്യത്ത് നിൽക്കുന്ന സമയത്ത് അലക്സാണ്ടർ ചക്രവർത്തി രോഗബാധിതനാവുകയാണ്. ഇത് കേട്ടുകൊണ്ട് എല്ലാവരും തടിച്ചുകൂടുകയാണ്. അലക്സാണ്ടർ ചക്രവർത്തിയുടെ കട്ടിലിന് ചുറ്റും എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. എല്ലാവരും അലക്സാണ്ടർ ചക്രവർത്തിയുടെ കട്ടിലിന് ചുറ്റും എല്ലാവരും ഉണ്ട്. മന്ത്രിമാരുണ്ട്, ഭടന്മാരുണ്ട്, ഡോക്ടറുണ്ട്. എല്ലാ സർജറിയും ഒക്കെ ടെസ്റ്റും ഒക്കെ കഴിഞ്ഞ് ഡോക്ടേഴ്സ് അലക്സാണ്ടർ ചക്രവർത്തിയോട് പറഞ്ഞു, ഇല്ലയോ അലക്സാണ്ടർ ചക്രവർത്തി, അങ്ങനെ ഏകദേശം അങ്ങനെ വെറും 24 മണിക്കൂർ അങ്ങനെ നിലനിൽക്കുകയില്ല. അങ്ങനെ വെറും 15 മണിക്കൂറും കൂടിയേ അങ്ങ് നിലനിൽക്കുകയുള്ളൂ. ഇത് കേട്ട ഉടനെ അലക്സാണ്ടർ ചക്രവർത്തി ഞെട്ടിപ്പോയി.
എന്താണ് ഞാൻ ഈ കേൾക്കുന്നത്? എന്താണ് ഞാൻ ഈ കേൾക്കുന്നത്? എന്താണ് ഞാൻ ഈ കേൾക്കുന്നത്? ഞെട്ടിത്തെരിച്ചുപോയി അലക്സാണ്ടർ ചക്രവർത്തി. അലക്സാണ്ടർ ചക്രവർത്തി പറഞ്ഞു, എനിക്കൊരിക്കൽ 24 മണിക്കൂർ മതി. എന്റെ അമ്മ അങ്ങനെ നിന്ന് യാത്ര പുറപ്പെട്ടിട്ടുണ്ട്. എനിക്കൊന്ന് എന്റെ അമ്മയെ, എന്റെ അന്ത്യാഭിലാഷമാണ് എനിക്കൊന്ന് കാണണം. ഡോക്ടേഴ്സ് പറഞ്ഞു, ഞങ്ങൾ അതിന് അർഹനല്ല, ഞങ്ങൾ ദൈവമല്ല, ഞങ്ങൾ ഗോഡല്ല, ഞങ്ങൾക്ക് ഒന്നും വിധിക്കാനോ ഞങ്ങൾക്കതിനൊന്നും സാധ്യമല്ല. അലക്സാണ്ടർ ചക്രവർത്തിയോട് തന്റെ ഡോക്ടറോട് പറഞ്ഞപ്പോ അലക്സാണ്ടർ ചക്രവർത്തി തന്റെ മരണത്തെ ഉറപ്പിച്ച സമയത്ത് തന്റെ ഭടന്മാരോട് തന്റെ അന്ത്യാഭിലാഷത്തിൽ ഒന്നായിക്കൊണ്ട് പറയുകയാണ്, ഞാനങ്ങ് മരിച്ചു കഴിഞ്ഞ എന്റെ 2 കരങ്ങളും ഒന്ന് പുറത്തിടണേ, എന്റെ 2 ഹാൻഡിലുകളും ഒന്ന് പുറത്തിടണേ. ഇത് കേട്ട തന്നെ ഭടന്മാര് ചോദിച്ചു, അല്ലയോ രാജാവേ, അങ്ങനെയാണ് അങ്ങനെ ചെയ്യുന്നത്? രാജാവ് പറഞ്ഞു, അലക്സാണ്ടർ ചക്രവർത്തി പറയുകയാണ്, എന്തെന്നറിയണോ, ഇനി വരുന്നൊരു തലമുറക്ക്, ഇനി വരുന്നൊരു സമുദായത്തിന് ഞാൻ പാഠമാവട്ടെ, ഇനി വരുന്നൊരു കാലഘട്ടത്തിന് ഞാൻ പാഠമാവട്ടെ എന്ന് അലക്സാണ്ടർ പറയുകയുണ്ടായി. നമ്മൾ മനസ്സിലാക്കണം, മരണം എന്തായാലും നമ്മളിലേക്ക് വന്നെത്തും. വൽമൗതു അദ്നാ മിൻ ശിറാകിൻ അലൈഹി, വൽമൗതു അദ്നാ മിൻ ശിറാകിൻ അലൈഹി എന്നാ പറഞ്ഞത്. ഒരു ചെരുപ്പിന്റെ വാറിനേക്കാൾ അടുത്തതാണ് മരണം. ചെരുപ്പിന്റെ വാറിനേക്കാൾ അടുത്തതാണ് മരണം. അതുകൊണ്ട് ഓർക്കണേ, നമ്മളെ മരണത്തെ ധാരാളം ഓർത്തുകൊള്ളുക. അതന്നെ നമുക്ക് അവസാന രക്ഷയുള്ളൂ, അതന്നെയുള്ളൂ. മരണം എപ്പോഴും നമ്മളെ മാറ്റിരിക്കുകയാണ്. മലക്കുകളെ പറയുന്നതാണ്, അയ്യുഹന്നാസ് റഹീലൻ റഹീലാ, യാത്രക്ക് തയ്യാറെടുത്തുകൊള്ളുവിൻ, യാത്രക്ക് തയ്യാറെടുത്തുകൊള്ളുവിൻ, യാത്രക്ക് തയ്യാറെടുത്തുകൊള്ളുവിൻ. എങ്ങനെയുള്ള യാത്രയാണത്? എന്താണെന്നറിയണോ? സുഖങ്ങളെ ഇല്ലാതാക്കുന്ന സുഖങ്ങളെ ഇല്ലാതാക്കുന്ന മരണത്തെ നിങ്ങൾ ധാരാളം ഓർത്തുകൊള്ളുക. ഒന്നും പറയാൻ കഴിയില്ല. പ്രായം 46 അപ്പൊ കുറേയൊന്നും പറയാൻ കഴിയില്ല. എന്താണെന്ന് വെച്ചാൽ ഉസ്താദ് പറഞ്ഞത് 1 മണിക്കൂർ പറയാനാണ്. 1 മണിക്കൂറിൻ്റെ കൂടുതൽ പറഞ്ഞു. ഞാൻ ഇന്നേ വന്നിട്ട് നാട്ടുകാർക്കൊക്കെ 1 മണിക്കൂർ മാത്രം കേട്ടാൽ ചങ്ങായി ആകെ കുറച്ച് സമയം പറഞ്ഞു പോയി, നേരം കളയാനാണ്. അപ്പം അങ്ങനെയുള്ളൊരു വേണ്ടാലോ അല്ലേ, അങ്ങനെയുള്ളൊരു ഇത് വേണ്ട. കുറേ പറഞ്ഞിട്ടുണ്ടാവും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി പറഞ്ഞാൽ നിർത്തും. തീരെ എന്താ അറിയില്ല, യാത്ര ക്ഷീണം തോന്നുന്നു, ചെറിയൊരു തലവേനുണ്ട്. നമ്മളൊക്കെ ദുആ ചെയ്യണം ആഫിയത്തിന് വേണ്ടി. അപ്പോൾ നമ്മൾ മരണത്തെ ധാരാളം അങ്ങ് ഓർത്തുകൊള്ളുക. മരണത്തെ അങ്ങ് ഞാൻ മരിക്കേണ്ടവനാണ്. ദുനിയാവിന്റെ ചൈതന്യങ്ങളെല്ലാം ദുനിയാവിനെ തീരെ ഇഷ്ടപ്പെടണ്ട. ദുനിയാവ് ഇല്ലാന്ന് തന്നെ അങ്ങ് വിചാരിച്ചോളി, കുഴപ്പമില്ല. ദുനിയാവുകൾ ഇല്ലാന്ന് തന്നെ അങ്ങ് വിചാരിച്ചോളി. ദുനിയാവിൽ നമ്മൾ ഉല്ലാസം ഒഴിവാക്കുക. പരം വിധിച്ചും വിട്ട് ചൊങ്കിൽ നടക്കുന്ന ശുചിത്വ നമുക്കുണ്ടോ നാട്ടിലെ? കഥയെന്തെന്നറിവുണ്ടോ നാളെ കിടക്കേണ്ട കബറെന്ന ഭയങ്കര വീട്ടിലെ? ദുനിയാവിനെ സുഖിച്ച് മതിച്ച് രമിച്ച് സുഖിച്ച് നടക്കുന്ന മനുഷ്യകുലമേ ഓർക്കണേ, ആ
ആഡംബരങ്ങളിൽ കോപ്പ് കുത്തിയപ്പോ AC കാറും AC വീടും എല്ലാം കൊണ്ട് നീ ആഡംബരങ്ങളുടെ ആധുര്യം സൃഷ്ടിച്ചപ്പോ ഓർക്കണേ മനുഷ്യരെ, നാം മനസ്സിലാക്കണേ, ഒരൊറ്റ സുഖങ്ങളെ നിന്റെ ഈ കാണുന്ന പ്രപഞ്ചത്തിൽ നീ നിർമ്മിച്ചു വെച്ച, ഈ കാണുന്ന ആകാശത്തിൽ നീ വിമാനങ്ങൾ പോലും ഈ കാണുന്ന പ്രപഞ്ചം മുഴുവൻ തകർന്നടിയുന്നത് സമയം കടന്നവരാരുണ്ട്. ഈ ലോകത്ത് നിലനിൽക്കുന്ന എത്രയോ ബിൽഡിങ്ങുകളും മരങ്ങളും എല്ലാം വെടിഞ്ഞു വീഴുന്ന ഒരു സമയം വരാറുണ്ട്. അതാണ് പരിശുദ്ധമാണെന്ന് ഖുർആൻ പറഞ്ഞത്. അതാണ് പരിശുദ്ധമാണെന്ന് ഖുർആൻ പറഞ്ഞത്. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ, ഭൂമി പ്രകമ്പനം കൊള്ളുന്ന ആ ദിവസമുണ്ടല്ലോ, ഭൂമി പ്രകമ്പനം കൊള്ളുന്ന ആ ദിവസമുണ്ടല്ലോ, ഈ കാണുന്ന ആകാശത്തിന്റെ വിസ്മയങ്ങൾ മുഴുവൻ തകർന്ന തെരിപ്പിടമാകുന്ന ദിവസം. എത്രയോ നക്ഷത്രങ്ങള്, അതുപോലെ തന്നെയുള്ള എല്ലാം സൂര്യന് ചുറ്റും കറങ്ങിക്കൊണ്ടുന്ന നക്ഷത്രങ്ങൾ തമ്മിൽ, ഗ്രഹങ്ങൾ മുഴുവൻ തമ്മിലടിച്ചുകൊണ്ട് ദിനമുണ്ടാകുന്ന ആ ദിവസമുണ്ടല്ലോ, താങ്ങില്ലാതെ നിൽക്കുന്ന ആകാശം ഇടിഞ്ഞു വീഴുകയാണ്. അവിടെ വർണ്ണവിസ്മയങ്ങളായ ചന്ദ്രൻ അമ്പിളിമാമൻ ഇടിഞ്ഞു വീഴുന്നതാണ്. മനസ്സിലാക്കണേ, ഈ കാണുന്ന പ്രപഞ്ചത്തിൽ മുഴുവനും പർവ്വതങ്ങള് പാറിപ്പറക്കുന്നതാണ്, മാൽമരങ്ങളൊക്കെ കാറ്റത്ത് പറന്നു പോകുന്നതാണ്. അല്ലാഹുവേ റബ്ബേ, നീ കാത്തിരക്ഷിക്കണേ അല്ലാ, റഹ്മാനെ നീ കാക്കണേ അല്ലാ, നീ കാത്തിരക്ഷിക്കണേ റബ്ബേ, നീ കാക്കണേ അല്ലാ, കാത്തിരക്ഷിക്കണേ റബ്ബേ. ആ ദിവസം വരാൻ ഇനി കുറെ നാളൊന്നുമില്ല. നമ്മളുള്ള കളിയൊക്കെ കളിച്ചു ഇത്ര വരെ. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, പരസ്പരം പൊതുസ്ഥലത്ത് വെച്ച് ചുംബിക്കുന്നത് വരെ ലോകാവസാനം ഉണ്ടാവില്ല. പൊതുസ്ഥലത്ത് വെച്ച് ചുംബിക്കുന്നത് വരെ, പരസ്യമായി കൊണ്ട് ചുംബന സമരം വരെ നടന്നു. അല്ലാഹു കാക്കട്ടെ. ഇനിയിപ്പോഴും വലിയ ദാഹമില്ല അല്ലേ അമ്മമാരെ? സ്ത്രീകളുടെ ആധിപത്യമൊക്കെ, അധികാരം, സ്ത്രീകളുടെ അധികരിക്കൽ, അത് ലോകാവസാനത്തിന്റെ അടയാളാ. ഇന്ന് എവിടെ നോക്കിയാലേ സ്ത്രീകളെ ഉള്ളൂ. നാളെടുക്ക് ഞങ്ങളെ മട്ടന്നൂരിലൊരു ലിങ്ക്സ് മാൾ ഉദ്ഘാടനം. അപ്പോ ഒരാള് വിചാരിച്ചു, വൈകുന്നേരം പോണ്ട, അവിടെ തിരക്കൊക്കെ അല്ലേ, സ്ത്രീകളൊക്കെ ഉണ്ടാവും, അധികം സ്ത്രീകളും കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് ഉണ്ടാന്ന് വിചാരിച്ചു. മൂപ്പര് അങ്ങനെ നിന്നു. മദ്രസയൊക്കെ പഠിപ്പിക്കുന്ന ഒരു നാടൻ ഉസ്താദും കൂടിയാണ്. മൂപ്പര് വിചാരിച്ചു, എന്തായാലും വന്ന് സ്ഥിതിക്കൊന്ന് കാണാലോ എന്നുള്ള ചിന്തയില് മൂപ്പര് അങ്ങനെ ചിന്തിച്ച്. അപ്പോ മൂപ്പര് എന്ത് ചെയ്ത്, രാത്രി പോയി മൂപ്പരാടത്തേക്ക് പോകുമ്പോ മൂപ്പര് അന്തം വിട്ടു പോവാ. മൂപ്പര് വൈകുന്നേരം തന്നെ വന്നാൽ മതിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ ആരാ, ഭർത്താവും ഭാര്യയും ഒക്കെ ഷോപ്പിങ്ങിന് നൈറ്റില് ഭാര്യ വരികയാണ്. നമ്മൾ ചിന്തിക്കണേ, ഇന്നത്തെ കാലഘട്ടത്തിന്റെ അവസ്ഥയാ. പയ്യന്നൂർ മോഡലും കാസർഗോഡിലൊക്കെ ഉമ്മമാരും വളരെ സജീവ പ്രവർത്തകരാണ്. ഇന്നിനെ അതിൻ്റെ ഉള്ളിൽ ടാക്സീസും കൂടി വരാണ്ട് എല്ലാത്തിനെ ഇന്ന് നാട് അസാബായി പോവാണ്. ഇനിയിപ്പോ ഉമ്മമാര് സ്ത്രീകൾക്ക് ഇനി പേടിക്കണ്ടല്ലോ. അല്ലെങ്കിൽ ടാക്സീസിലേക്ക് വരുമ്പോൾ നാട്ടുകാരൊക്കെ കാണുമല്ലോ, അല്ലെങ്കിൽ അഥവാ കാണുമല്ലോ. ഇനിയിപ്പോ ഈ മാളിൻ്റെ ഉള്ളിൽ നിന്ന് ആര് കാണാനാ? ടിക്കറ്റ് എടുത്ത് മൂപ്പര് ഒന്നുമില്ലാണ്ടെങ്കിൽ പോവാലോ, ആര് കാണാനാ? ഇന്നത്തെ കാലഘട്ടത്തിന്റെ അവസ്ഥയാ. എന്തേ സ്ത്രീകളുടെ ആധിപത്യം അധികരിച്ചു വരികയാണ്. അപ്പൊ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു തആല നമ്മയൊക്കെ പടച്ചോൻ കാത്തിരക്ഷിക്കട്ടെ. അല്ലാഹു നമ്മെ കബൂലാക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഞാൻ നിർത്താണ്. തീരെ ചെറിയൊരു തലവേദനയുണ്ട്. നിങ്ങളൊക്കെ പ്രത്യേകം ദുആ ചെയ്യണം. അപ്പോൾ നമുക്ക് ഇതിന് ശേഷം ആര് പോരുത്, നമുക്കൊരു നല്ല ദുആ നടത്തണം. നല്ല രീതിയിൽ നമ്മുടെ നാട്ടിലെ വെള്ളത്തിന്റെ ക്ഷാമമൊക്കെ ഉണ്ട്. നമുക്ക് അതിനൊക്കെ വേണ്ടി നമുക്ക് നല്ലൊരു ദുആ നടത്തണം. ആര് പോകരുത്. ഇൻഷാ അല്ലാഹ്. സ്വലാത്തു സല്ലല്ലാഹു അലൈഹി